വേഴ്സ് ബിനോയ്? എന്നെ രാത്രി വിളിച്ചിരുന്നു. പ്രശ്നങ്ങളൊക്കെ തീരുകയാണ്. രാവിലെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. രാത്രി എന്തൊക്കെയോ ഗുലുമാൽ ഉണ്ടായിട്ടുണ്ട്. റോസം എവിടെ? നിന്റെ കല്യാണം കഴിഞ്ഞോ? എൻഗേജ്മെന്റ്. ആരാ ആള്? അതൊക്കെയുണ്ട്. ആള് തന്നെ നേരിട്ട് വന്ന് പറയും. നല്ല വിശപ്പ്. വേണ്ട, ചിലപ്പോ എന്നെ വിഴുങ്ങും. ഹലോ. അയ്യോ സോറി. ഹലോ, ഞാനടാ സക്രിയ. കിട്ടിയില്ലേ? ഇല്ലടാ, മിസ്സിംഗാ. മിസ്സിംഗാ? ആ പണവും ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെയാന്ന് ഒരു പിടിയില്ല. മാത്തുക്കുട്ടിയോട് എന്ത് ചോദിച്ചാലും എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ തലവേദനയാ. കേട്ടില്ലേ? അപ്പൊ ഇവിടെ തീരുമാനമായി. നീ ആ സുമോൻ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യേ. മാനേജ് അഡ്ജസ്റ്റ് ഇവനോടാ? മാരേജ് ചെയ്യാൻ പറ്റില്ല. പട്ടി തേണ്ടി വടുതല കയറ്റി എനിക്ക് ഛർദ്ദിക്കണം. ഈ ജീവിയോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? അതെ, ഞാൻ ഒന്ന് പോയിട്ട് ഡോക്യുമെന്റ്സ് ആയിട്ട് വരാം അല്ലേ? ഡോക്യുമെന്റ്സ് മിസ്സിംഗ്. ഐ ഗോ ആൻഡ് കം വിത്ത് ഡോക്യുമെന്റ്സ്. ഓക്കെ? നോ ഡോക്യുമെന്റ്സ് കം യു ഗോ. വെറുതെ ചോദിക്കുകയാണ്. ഒരു പക്ഷേ ഡോക്യുമെന്റ്സ് നോ കം ആണെങ്കിൽ ഇനി അവന്മാരെ വിളിച്ചു പറയാം എനിക്കുള്ള കുഴി തോണ്ടാൻ. അല്ല, നോക്കുന്ന കണ്ടില്ലേ? അമ്മേ, രക്ഷപ്പെട്ട് പെട്ടില്ല. ഇനി വാടാ പിടിക്കാൻ. പിടിച്ചില്ല. നീ എവിടെയാടാ? അത് ശരി, വാരിക്കുഴിയിൽ വീണ. നോ ഡോക്യുമെന്റ്സ് നോ മണി. ഇനി നീ എന്ത് ചെയ്യുമ്പോഴാ തവളയ്ക്ക് പരിണാമം സംഭവിച്ചവനെ? ഐ ഗോ യു ഡൈ. ഓക്കെ? 1 സെക്കൻഡ്. കഴിഞ്ഞാർന്നോ? ഓ, വേണ്ട, നിലത്ത് ഛർദ്ദിച്ച കൊല്ലുന്നില്ല. അങ്ങനെ ഞാനല്ലേ ഇത് കഴിഞ്ഞ ഹോം നഴ്സിംഗിന് ചേരാം. മാത്തുക്കുട്ടി, ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇത് നമ്മളെ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുക. ഇനി ഛർദ്ദിച്ചാ നിന്റെ കൊരണവള്ളി കുത്തിപ്പൊട്ടിക്കും ഞാൻ. എന്നോട് എന്താ ഫോണിൽ വിളിച്ചു പറഞ്ഞത്? സുമോയെ മാനേജ് ചെയ്യാനോ? എന്തേ ചെയ്തില്ലേ? അതിലും ഭേദം എന്നോട് അറബിക്കടലിലെ വെള്ളം കുടിച്ചു പറ്റിക്കാൻ പറ. ഞാനത് ചെയ്യുമായിരുന്നല്ലോ. സുമോ ഷർട്ടും പാന്റും ഇടുമ്പോ മാത്രമേ ഉള്ളൂ മാന്യത. അതൊക്കെ ഊരി മാറ്റി മറ്റേ ടയറൊക്കെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാലേ പഞ്ചാബികള് കൃപാണ് ഊരും പോലെയാ. പിന്നെ ചോര കണ്ടേ അടങ്ങൂ. അവിടെ എന്നെ കൊണ്ടിട്ടത്. ആരെങ്കിലും ഒരിക്കൽ കൂടെ പോയേ പറ്റൂ. തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യ. ആരാ പോന്നേ? നീ. ഞാനാ? അപ്പൊ എന്റെ സഞ്ജയനും പൊലകുളി അടിയത്തിനും നിങ്ങൾ ഫിക്സ് ചെയ്ത് വച്ചേക്കാണല്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ആര് പോകും? ഞാൻ പോവാം. എവിടേക്ക്? ഗുഡ് നൈറ്റ്. ശരി, ഓക്കെ ഓക്കെ. ഇനി തർക്കിക്കൊന്നും വേണ്ട. അതെ, നീ തന്നെ പോയാ മതി. ഇനി ഞാനൊരു സത്യം പറയട്ടെ? വേണ്ട. പറയും. എന്നാ പറ. എനിക്ക് ഭ്രാന്താ, ഒന്നും ഓർമ്മയില്ല. എങ്കിലാ പക്ഷെ ഇയാൾക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്. എങ്കിലോ ഒരു ചെറിയ പാർട്ടി നടത്തേണ്ടി വരും. നമ്മൾ ആരും അറിയാതെ രഹസ്യമായി ഒരു എൻഗേജ്മെന്റ് നടന്നു. ഇതാണ് വധു. വരൻ സസ്പെൻസ്. അത്രയ്ക്ക് സസ്പെൻസ് ഒന്നുമില്ല. അങ്കിളിന്റെ ഫ്രണ്ടിന്റെ മോനാ. ഓ, അത് ശരി. അപ്പൊ ഞാൻ അറിയാതെ ഇങ്ങനെയും ചിലതൊക്കെ നടന്നോ? ശരി, നീ പറയുന്നില്ലെങ്കിൽ വേണ്ട. ആ കള്ളത്തിരുമാലി ആരായിരുന്നാലും അവനെ കൊണ്ട് തന്നെ ഞാൻ അത് പറയിപ്പിക്കും. You are in queue. All lines in this route are busy. കേട്ടോടാ. ഹലോ. എന്താ? ഞങ്ങൾ 3 പേരോ? എന്താ? ശരി അങ്കിൾ. എന്താ?
ഒന്നുമില്ല. എന്താണ് ഒന്നുമില്ല. എന്തോ ഉണ്ട്. നമ്മൾ മൂന്നുപേരും കൂടെ വീട്ടിലോട്ട് ചെല്ലണം. എന്തിന്? നമ്മളിൽ ആരോ ഒരാൾ കല്യാണം കഴിച്ചു എന്ന് അങ്കിള് പറയുന്നു. എപ്പോ? ഇന്നലെ രാത്രി. എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ. ദാ, ദാ, ദാ ഇങ്ങ് വരാൻ. സത്യമായിട്ട് ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ നീ അറിഞ്ഞൂടാ. ഇതിനെ നോക്കിക്കോണം. ഇതിന് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പാവുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. എനിക്ക് 2 സ്ഥലം വരെ പോകാനുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. അത്ര തന്നെ. ദാ, ഇയാളുടെ എല്ലാ കാര്യങ്ങളും നീ നോയിക്കോളാം. അല്ല, ഇയാൾക്ക് നിന്നെ ഓർമ്മയുണ്ട്. എനിക്ക് വയ്യ. അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ ഭാഗ്യം, എന്നെ മുത്തവിടെ നിൽക്ക്. ഇവനെ കൊണ്ടുപോകുന്നില്ല. അയാൾ ഒച്ച വെക്കുന്ന കേട്ടില്ലേ? ടോയ്ലറ്റിൽ കൊണ്ടുപോടാ. ഹേയ്.